അനുദിനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒക്ടോബർ 26 ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അനുദിനത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ മണൽ കൂമ്പാര പാർക്കും ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററും നിലവിൽ വരുന്നത് എവിടെ എന്നതാണ് ആദ്യത്തെ ചോദ്യം. മണൽ കൂമ്പാര പാർക്ക് എന്നത് മരുഭൂമി പോലെ മണൽ കൂമ്പാരങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന പാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഗോവയിലാണ് ആദ്യമായി ഒരു ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററും അതുപോലെ തന്നെ മണൽ കൂമ്പാര പാർക്കും നിലവിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഊക്ല സ്പീഡ് ടെസ്റ്റ് ഇൻഡെക്സ് 2020 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഊക്ല സ്പീഡ് ടെസ്റ്റ് ഇൻഡെക്സ്. ഊക്ല സ്പീഡ് ടെസ്റ്റ് എല്ലാ വർഷവും നടത്തുന്ന ഒരു സ്പീഡ് ടെസ്റ്റാണ്. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് എത്രയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഊക്ല സ്പീഡ് ടെസ്റ്റ് അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും MB/s അടിസ്ഥാനത്തിൽ സ്പീഡ് കണ്ടെത്തുകയും അത് ഇൻഡെക്സായി പട്ടികയായി പുറത്തിറക്കുകയും റാങ്ക് വൈസ് ഇടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ വർഷം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണെന്ന് നോക്കാം. സൗത്ത് കൊറിയയാണ് ഈ വർഷത്തെ ഊക്ല സ്പീഡ് ടെസ്റ്റ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അവിടുത്തെ ഇൻ്റർനെറ്റ് സ്പീഡ് 121 MB/s ആണ്. 5G നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് സൗത്ത് കൊറിയ. പരീക്ഷണാടിസ്ഥാനത്തിൽ സൗത്ത് കൊറിയയിലാണ് ആദ്യം 5G നിലവിൽ വന്നത്. സ്പീഡ് ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 131 സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൃദയ ആശുപത്രി ഹോസ്പിറ്റൽ ഫോർ കാർഡിയോളജി നിലവിൽ വന്നത് എവിടെ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഗുജറാത്ത് അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൃദയ ആശുപത്രി അഥവാ ഹോസ്പിറ്റൽ ഫോർ കാർഡിയോളജി നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിൽ 3 പ്രധാനപ്പെട്ട പദ്ധതികൾ ആരംഭിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി അവർ. അപ്പോൾ അതിൽ ഒന്നാണ് ഏറ്റവും വലിയ റോപ്പ് വേ ടെമ്പിൾ റോപ്പ് വേ, ക്ഷേത്ര റോപ്പ് വേ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര റോപ്പ് വേ നിലവിൽ വന്നത് ഈ അടുത്തായിരുന്നു. നമ്മളുടെ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം കിസാൻ സൂര്യോദയ് യോജനയാണ്. അതായത് 16 മണിക്കൂർ കൃഷിക്കാർക്ക് ഇറിഗേഷൻ ജലസേചനം നടത്താനായി തുടർച്ചയായ വൈദ്യുതി നൽകുന്ന പരിപാടിയാണ് കിസാൻ സൂര്യോദയ് പദ്ധതി. അതും ഗുജറാത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ മൂന്നാമതായി വരുന്നതാണ് ഈ ഹൃദയ ആശുപത്രി. ഈ ഹൃദയ ആശുപത്രി നിലവിൽ വരുന്നത് അഹമ്മദാബാദിലായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കാർഡിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ കാർഡിയോളജി മെഡിക്കൽ കോളേജിൻ്റെ ഒപ്പം പീഡിയാട്രിക് കാർഡിയോളജി സെൻറ്റർ, അതായത് ശിശുക്ഷേമ ഹൃദയ ആശുപത്രി അവിടെ നിലവിൽ വരികയും ഇത് രണ്ടും സംയോജിപ്പിക്കുകയും അതുമൂലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഡിയോളജി സെൻ്ററായി അത് മാറുകയും ചെയ്തിരുന്നു. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഡിയോളജി സെൻറ്റർ. അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഭാഗ്യലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഭാഗ്യലക്ഷ്മി പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് നോക്കാം. കർണാടകയാണ് ഭാഗ്യലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഭാഗ്യലക്ഷ്മി പദ്ധതി എന്താണെന്ന് ഞാൻ പറയാം. ഭാഗ്യലക്ഷ്മി പദ്ധതി BPL വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഭാഗ്യലക്ഷ്മി പദ്ധതി. അത് കർണാടകയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ കർണാടകയാണ് BPL വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പദ്ധതി ഭാഗ്യലക്ഷ്മിയാണ്, കർണാടകയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യരും മൃഗങ്ങളുമായുള്ള സംഘട്ടനം കുറയ്ക്കുന്നതിനായി ടാസ്ക് ഫോഴ്സ് ഏർപ്പെടുത്തിയ സംസ്ഥാനം. അതായത് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങളുടെ ആക്രമണം, അതായത് ആന ഇറങ്ങൽ, പുലി ഇറങ്ങൽ, അങ്ങനത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കാനും മൃഗങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കാനും അവിടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വേണ്ടി ടാസ്ക് ഫോഴ്സിനെ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് നോക്കാം.
ഉത്തരം ഒഡീഷയാണ്. ഈ അടുത്താണ് ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരൊറ്റ ജില്ലയിലായിരുന്നു ആദ്യം വന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള യാത്ര വിസരഹിതമാക്കിയ ആദ്യ അറബ് രാജ്യം. അതായത് ഇസ്രായേലും പല അറബ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ വഴക്കിലായിരുന്നു. അപ്പോൾ ഇതിനിടെ സമാധാന കരാറുകൾ ഒപ്പുവെച്ച് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള യാത്ര, ഇസ്രായേലിലേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനും വിസരഹിത യാത്ര, അതായത് വിസരഹിതമാക്കിയ ആദ്യത്തെ അറബ് രാജ്യം എന്നാണ് ചോദ്യം. ഉത്തരം UAE ആണ്. ഈ അടുത്താണ് രണ്ട് രാജ്യങ്ങൾ ഒപ്പുവെച്ചത് സമാധാന കരാറിൽ. ഒന്ന് UAE ആയിരുന്നു, രണ്ടാമത്തെ ബഹ്റൈൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫിലമെന്റുകൾക്ക് പകരം LED ബൾബുകൾ സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി. ഈ പദ്ധതി മുൻപ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈയിടെ അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് നവംബർ 1-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പദ്ധതി പിന്നെയും ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കേരള പിറവി ദിനത്തിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഫിലമെന്റുകൾക്ക് പകരം LED ബൾബുകൾ സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയാണ്. ഓർക്കാൻ എളുപ്പമാണ്, ഫിലമെന്റ് രഹിത കേരളം. ഓക്കെ, അതാണ് പദ്ധതിയുടെ പേര്. പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയ പദ്ധതി ഈയിടെ പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തറക്കല്ലിട്ടായിരുന്നു, ഉദ്ഘാടനം അല്ല. പദ്ധതി നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം ചിറയൻകീഴിലാണ് പ്രേം നസീർ സാംസ്കാരിക സമുച്ചയ പദ്ധതി ആരംഭിക്കുന്നത്. 100 ദിവങ്ങൾ എന്നാണ് എഴുതിയിട്ടുള്ളത്, ക്ഷമിക്കുക. 100 ദിനങ്ങൾ 100 പദ്ധതികൾ എന്നതുമായി ഓണം ദിവസം ആണ് 100 ദിനങ്ങൾ 100 പദ്ധതികൾ എന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ പദ്ധതി 57-ാം ദിവസത്തെ പദ്ധതിയാണ് ചിറയൻകീഴിലെ ഈ പദ്ധതി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓൺലൈൻ മാർക്കറ്റിംഗ് ദിനമായി ആചരിക്കുന്നതെന്ന്. ഉത്തരം ഒക്ടോബർ 26. ഓൺലൈൻ മാർക്കറ്റിംഗ് ദിനം ഒക്ടോബർ 26. ഇന്ത്യയിലെ ആദ്യ സീപ്ലെയിൻ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? സീപ്ലെയിൻ എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് ഉയർന്നു പറക്കുന്ന വിമാനമാണ്, പക്ഷേ ഇതിന് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അടിയിലുള്ള 2 കാലുകൾ പോലത്തെ വിങ്സ് കൊണ്ടാണ് അത് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഈയിടെ അത് പോകുന്നതിനിടക്ക് കൊച്ചിയിലിറങ്ങി ഇന്ധനം നിറയ്ക്കുകയുണ്ടായി. ഇതുകൊണ്ട് കേരളത്തിലും വളരെയധികം വാർത്താ പ്രാധാന്യം ഇത് നേടിയിരുന്നു. ഇപ്പോൾ ഏത് സംസ്ഥാനമാണെന്ന് നോക്കാം. ഗുജറാത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണത്. N181KQ എന്നതാണ് അതിൻ്റെ പേര്. ഈ സബർമതി നദിക്കരയിൽ നിന്നും ഏകതാ പ്രതിമ വരെ ആണ് ആദ്യത്തെ സർവീസ് ഉള്ളത്. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസം, അതായത് സർദാർ വല്ലഭായ് പട്ടേൽ ജയന്തി ദിനത്തിൽ ആദ്യ സർവീസ് N181KQ എന്ന സീപ്ലെയിൻ ഗുജറാത്തിൽ സബർമതി നദിക്കരയിൽ നിന്നും ഏകതാ പ്രതിമ വരെ ആദ്യ സർവീസ് നടത്തും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച ലീ കുൻഹി ഏത് ദക്ഷിണ കൊറിയൻ കമ്പനിയുടെ ചെയർമാനായിരുന്നു? വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. പത്രമാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണ വാർത്തയായിരുന്നു. ലീ കുൻഹി എന്ന ദക്ഷിണ കൊറിയൻ പൗരൻ്റേത്. ഏത് ദക്ഷിണ കൊറിയൻ കമ്പനിയുടെ ചെയർമാനായിരുന്നു ലീ കുൻഹി എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം സാംസങ് ആണ്. സാംസങ് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് കാരണമായ ആളാണ്, ചെയർമാനാണ് ലീ കുൻഹി. ഇദ്ദേഹമാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന ആ സാംസങ് കമ്പനിയെ വിജയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിച്ചത്. തീർച്ചയായും സാംസങ്ങിൻ്റെ
വിജയത്തിന് പിന്നിൽ ലീ കുൻ ഹി എന്ന ഈ മഹാവംശനാണ്. സൗത്ത് കൊറിയയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി കൂടിയായിരുന്നു ലീ കുൻ ഹി. ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് സാംസങ് കമ്പനി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. HDFC ബാങ്കിൻ്റെ പുതിയ ചെയർമാനായത് ആര്? HDFC ബാങ്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് ബാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ ചെയർമാനായി മാറിയത് ശശിധർ ജഗദീഷാണ്. ആദിത്യ പുരി വിരമിച്ച ഒഴിവിലാണ് ശശിധർ ജഗദീഷ് HDFC ബാങ്കിൻ്റെ CEO മാറിയത്. അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ കൗൺസിൽ അംഗീകാരം ലഭിച്ച ഇന്ത്യൻ ട്രസ്റ്റ്. ആന്ധ്രാപ്രദേശിലാണ് ഈ ട്രസ്റ്റ്. നമുക്ക് ഏതാണ് ഉത്തരം എന്ന് നോക്കാം. ശ്രീ സത്യസായി ട്രസ്റ്റ്. ശ്രീ സത്യസായി ട്രസ്റ്റ് ആന്ധ്രാപ്രദേശിനാണ് ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ കൗൺസിൽ അംഗീകാരം ലഭിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് ആയിരുന്നു. ഇത് ചോദ്യ രൂപത്തിലല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നും തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇത് വേറൊന്നുമല്ല, നിങ്ങൾ കേട്ട് കാണും, ഗുപ്കർ സഖ്യം, ഗുപ്കർ ഡിക്ലറേഷൻ 2. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. 2020 ഓഗസ്റ്റ് 22 ജമ്മു കാശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഗുപ്കർ പ്രഖ്യാപനം 2, അതായത് ഗുപ്കർ ഡിക്ലറേഷൻ 2 എന്ന പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെതിരെയാണ് പോരാടാനായിട്ടാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ ലഡാക്കും ജമ്മുവായി 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരു വർഷം മുന്നെയാണ് 370 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതാണ്. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക പദവി തിരിച്ചു വേണം നമ്മൾക്ക് എന്ന് പോരാടാനായിട്ടാണ് ഗുപ്കർ ഡിക്ലറേഷൻ 2 അഥവാ ഗുപ്കർ പ്രഖ്യാപനം 2 എന്ന പ്രസ്താവനയിൽ അവർ ഒപ്പുവെച്ചത്. അപ്പോൾ ഇതിൽ ദ നാഷണൽ കോൺഗ്രസ് NC, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി PDP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, JNK പീപ്പിൾ കോൺഫറൻസ് PC, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM, അവാമി നാഷണൽ കോൺഗ്രസ് ANC എന്നീ പാർട്ടികളാണ് സഖ്യത്തിലുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള സഖ്യം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കുക, പെട്ടെന്ന് ചെയ്തപ്പോഴുണ്ടായ മിസ്റ്റേക്കിലാണ്. മുഖ്യമന്ത്രി എന്ന് തിരുത്തി വയ്ക്കാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന, ഈ സ്ലൈഡിൽ കാണുന്ന, ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ഫറൂഖ് അബ്ദുള്ള. ജമ്മു കാശ്മീരിൻ്റെ മുന്നത്തെ പ്രസിഡന്റ്, CM കൂടിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു ഫറൂഖ് അബ്ദുള്ള. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതും ഒരു കാര്യമാണ്, ഇത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. യെല്ലോ ഡസ്റ്റ് എന്ന ഒരു പ്രതിഭാസമാണ്. യെല്ലോ സാൻഡ് എന്ന മണൽ യെല്ലോ ഡസ്റ്റ്. ഇത് ചൈനയ്ക്കും മംഗോളിയയ്ക്കും ഇടയിലെ ഗോബി മരുഭൂമിയിൽ നിന്നും വടക്കൻ കൊറിയയിലേക്ക് എല്ലാ വർഷവും പ്രവഹിക്കുന്ന പൊടിക്കാറ്റാണ്. ദി യെല്ലോ സാൻഡ് അഥവാ യെല്ലോ ഡസ്റ്റ് ചൈനയ്ക്കും മംഗോളിയയ്ക്കും ഇടയിലെ ഗോബി മരുഭൂമിയിൽ നിന്നും വടക്കൻ കൊറിയയിലേക്ക് എല്ലാ വർഷവും പ്രവഹിക്കുന്ന പൊടിക്കാറ്റാണ്. ഇത് ആ പൊടിയും വഹിച്ചുകൊണ്ട് ഇത്രയും ദൂരം വടക്കൻ കൊറിയയിലേക്ക് പോകുന്ന ഒരു പൊടിക്കാറ്റാണ് യെല്ലോ ഡസ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം. ഈ വർഷം യെല്ലോ ഡസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് COVID-19 പരത്താൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇത് വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ന്യൂസായിരുന്നു, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. അതിനാൽ വടക്കൻ കൊറിയയിലെ ജനങ്ങളോട് പുറത്തിറങ്ങാതിരിക്കാൻ ഒരു അടിയന്തരാവസ്ഥയല്ല, എന്നാലും അതുപോലെ ജനങ്ങളോട് വീട്ടിലിരിക്കാൻ വടക്കൻ കൊറിയൻ സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ വടക്കൻ കൊറിയയിലെ ഭരണാധികാരി ആരാണെന്ന് നമുക്കറിയാം, അത് കിം ജോങ് ഉന്നാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗോബി മരുഭൂമി ഏതാണെന്ന് നോക്കാം. ഇത് ഞാൻ ആരോ മാർക്കിട്ട് കാണിക്കുന്ന ഒരു മരുഭൂമിയാണ് ഗോബി മരുഭൂമി. അവിടെ നിന്ന് തൊട്ട് താഴെ കാണുന്ന ഐലൻഡിൻ്റെ മുകളിലുള്ളതാണ് നമ്മുടെ
വടക്കൻ കൊറിയ. ഇവിടെ നിന്ന് ചൈന താണ്ടി വടക്കൻ കൊറിയയിലേക്ക് പ്രവഹിക്കുന്ന പൊടിക്കാറ്റാണ് യെല്ലോ ഡസ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ ഞാനിത് തെളിച്ച് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വർഷത്തെ MK സാനു പുരസ്കാരം നേടിയതാര്? MK സാനു മാസ്റ്ററെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൊഫസർ MK സാനു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് MK സാനു പുരസ്കാരം. ഈ വർഷം നേടിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. പ്രൊഫസർ M തോമസ് മാത്യു ആണ് ഈ വർഷത്തെ MK സാനു പുരസ്കാരം നേടിയത്. സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കാണ് MK സാനു പുരസ്കാരം നൽകുന്നത്. 25,000 രൂപയും ഫലകവും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക, പെട്ടെന്ന് ചെയ്തപ്പോൾ ഉണ്ടായതാണ്, അതൊന്ന് തിരുത്തി വയ്ക്കുക. 25,000 രൂപയും ഫലകവുമാണ് ഇതിൻ്റെ അവാർഡ്. പ്രൊഫസർ MK സാനു മാസ്റ്ററുടെ ജന്മദിനത്തിൽ അവാർഡ് കൈമാറും. ജന്മദിനം ഒക്ടോബർ 27-നാണ്, അതായത് നാളെയാണ് MK സാനു മാസ്റ്ററുടെ ജന്മദിനം. അപ്പോൾ 94-ാം വയസ്സ് തികയുകയാണ് MK സാനു മാസ്റ്റർക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് പ്രിക്സ് ജയം എന്ന മൈക്കിൾ ഷുമാക്കറുടെ, അതായത് 91 ഗ്രാൻഡ് പ്രിക്സ് വിജയം എന്ന ലോക റെക്കോർഡ് ഈയിടെ തകർത്തതാര്? ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് കായിക ലോകത്ത്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് പ്രിക്സ് ജയം എന്ന മൈക്കിൾ ഷുമാക്കറുടെ ലോക റെക്കോർഡ് ഈയിടെ തകർത്തതാര്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൂയിസ് ഹാമിൽട്ടൺ. ഇദ്ദേഹമാണ് 91 ഗ്രാൻഡ് പ്രിക്സ് വിജയം എന്ന മൈക്കിൾ ഷുമാക്കറുടെ റെക്കോർഡ് 92 എത്തിച്ച് ജയിച്ച താരം. ഓക്കെ, ബ്രിട്ടീഷ് താരമാണ് മൈക്കിൾ ഷുമാക്കർ. സ്പെയിൻകാരനാണ്. പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സിൽ വിജയിച്ചതോടെയാണ് ഇദ്ദേഹത്തിന് ഇത് ലഭിക്കുകയുണ്ടായത്. നിലവിൽ 6 ലോക കിരീടങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. മൈക്കിൾ ഷുമാക്കർക്ക് 7 ലോക കിരീടങ്ങളുണ്ട്. അത് കടത്തണമെങ്കിൽ 2 ലോക കിരീടങ്ങൾ കൂടി ലൂയിസ് ഹാമിൽട്ടന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. 2007 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സിലൂടെയാണ് കരിയർ തുടങ്ങിയത്. 2008, 2014, 2015, 2017, 2018, 2019 വർഷങ്ങളിലെ ലോക കിരീടം ഇദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. ഇനി പറയാനുള്ള ഒരു കാര്യം, 5 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, മൈക്കിൾ ഷുമാക്കർ ഒരു കാർ അപകടത്തിൽപ്പെട്ട് തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. US ഇലക്ഷനിൽ ഈയിടെ ബഹിരാകാശത്ത് വെച്ച് വോട്ട് ചെയ്തത് ആര്? US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നമുക്കറിയാം, 4 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഇലക്ഷനാണ് US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഈ വർഷം വൈസ് പ്രസിഡൻ്റായി ഒരു ഇന്ത്യൻ വംശജ കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കമല ഹാരിസ്. നമ്മളുടെ ഇന്ത്യയുടെ അഭിമാനമാണ് കമല ഹാരിസ്. അപ്പോൾ ഈ വർഷത്തെ US ഇലക്ഷനിൽ ഒരാഴ്ച മുൻപാണ് ബഹിരാകാശത്ത് വെച്ച് വോട്ട് ചെയ്തത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം കേറ്റ് റൂബിൻസ് ആണ് ശരിയായ ഉത്തരം. ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോളിംഗ് ബൂത്തിൽ നിന്നാണ് ഇവർ വോട്ട് ചെയ്തത്. 2016 ഇലക്ഷനിലും ഇവർ ISSൽ വെച്ച് വോട്ട് ചെയ്തിരുന്നു. ബഹിരാകാശത്ത് വെച്ച് ആദ്യമായി അല്ല ഇവർ വോട്ട് ചെയ്യുന്നത്. ബഹിരാകാശത്തെത്തുന്ന 60ാമത്തെ വനിത കൂടിയാണ് ഇവർ. അപ്പോൾ ഇന്നത്തേക്ക് കഴിയുകയാണ്. എല്ലാവർക്കും ഇത് കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിലേക്ക് വരിക. 2 ദിവസത്തിനകം ഡെയിലി ക്വിസ് മത്സരം ഉണ്ടാകുന്നതാണ്. അതിൽ വിജയിക്കുന്നവരുടെ പേര് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ചേരുക. ക്യൂഷൽ എന്നാണ് പേര്. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡയറക്റ്റ് ലിങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.